السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا شفيعنا حبيبنا منجينا مرشدنا مصطفى محمد صلى الله عليه وسلم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا أرحم الراحمين. اللهم وجهنا إلى الخير وجه الخير إلينا يا أرحم الراحمين. اللهم انظر إلينا نظرة بعين الرضا والعفو مضى والتوفيق لما تحبه وترضاه. اللهم اجعل أولادنا وبناتنا صالحين صالحات عالمين عالمات نافعين نافعات في الدارين يا رب العالمين. اللهم أنجنا وانجي أحالنا من كيد الشيطان عند سكرات الموت يا أرحم الراحمين. ബഹുമാനമുള്ള ഫിഖ് മസ്അല ക്ലാസ് റൂം, സുആൽ ജവാബ് ക്ലാസ് റൂം, അതുപോലെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പുകളുടെ അഡ്മിൻസ്, എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. നാം തുടർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന വിഷയത്തിൻ്റെ ബാക്കി നമുക്ക് ശ്രദ്ധിക്കാം. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അതെ, അതൊരു ഇപ്പോൾ മഴ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നൊരു സമയം കൂടിയാണ്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിഷയം തുടങ്ങാം. കഴിഞ്ഞ ദിവസം സുബഹയുടെ നിസ്കാരത്തിൻ്റെ ശേഷം നമുക്ക് ചൊല്ലാനുള്ള ഔറാദുകളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ റളീതു ബില്ലാഹി തആല റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വ മുഹമ്മദിൻ നബിയ്യ, അതിനുശേഷം ആയത്തുൽ കുർസിയും പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗമായ ആമന റസൂലു തുടങ്ങുന്ന ആയത്തുകളും നാം മനസ്സിലാക്കി. അതിനുശേഷം നമുക്ക് ചൊല്ലാനുള്ള ദിക്റിലേക്കാണ് ഇന്ന് പ്രവേശിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ആ ഉണർവ്, അതിനോടനുബന്ധിച്ച് നമ്മെ പടച്ച അള്ളാഹുവിനോടുള്ള ആ ശുക്ർ അത് പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ തൗഹീദിൽ അടിയുറച്ചുകൊണ്ടുള്ള ഒരു ചുവടുവെപ്പിന് വേണ്ടി നാം ആരംഭം കുറിക്കുന്ന ഘട്ടമാണ് സുബഹയുടെ നിസ്കാര ശേഷം. ആ സന്ദർഭത്തിലും ഇങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങളും അനുഭൂതികളും എനിക്ക് സമ്മാനിച്ച പടച്ച റബ്ബ്, ആ റബ്ബിനെ അറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന, ആ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു ബോധം, ആ ഒരു അറിവിൻ്റെ അടയാളം നാം വ്യക്തമാക്കുന്ന വാക്യങ്ങൾ, ആയത്തുകൾ നാം പാരായണം ചെയ്യാൻ തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു മഹത്തായ ഒരു പാത, ഒരു ചര്യ, ഒരു രീതി, ഒരു മില്ലത്ത്, അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതൊന്നു മാത്രമാണ് എന്ന ഉത്തമ ബോധവും നാം ആ ബോധത്തിൽ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ വാക്യങ്ങളും നാം ഉരവിടുകയാണ്. മറിച്ച് ഈ ഭൂമി ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യമുണ്ടോ അത് മുഴുവനും അള്ളാഹുവിൻ്റെ മുൻ തീരുമാനം കൊണ്ടും തന്നെയാണ്. എനിക്കതിൽ യാതൊരു ദഖലും ഇല്ല എന്ന വസ്തുത നാം ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൻ്റെ അചഞ്ചലത അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമുകളിലൂടെ വന്നത് നാം ഉരവിടുകയുമാണ്. അങ്ങനെ നാം ഒരു വലിയ ശക്തി, നമ്മുടെ ഈമാനികമായ ഒരു ശക്തി, ഒരു ആർജവം ഉണ്ടാക്കിയെടുക്കുകയാണ്. മനസ്സിനെ നാം സ്ഫുടമാക്കുകയാണ്, മനസ്സിനെ ശുദ്ധമാക്കുകയാണ്, മനസ്സിനെ വിശാലമാക്കുകയാണ്. എല്ലാ മോശമായ ചിന്താഗതികളിൽ നിന്നും
ചീത്തയായ കൂട്ടുകെട്ടുകളിൽ നിന്നും ചീത്തയായ ചിന്താഗതികളിൽ നിന്നും ഒക്കെയും വിശാലമായ സങ്കുചിതത്വം ഇല്ലാത്ത ഒരു മനസ്സ് നാം ഉണ്ടാക്കിയെടുക്കുകയാണ്. മാത്രവുമല്ല, തഅസ്സുബ് എന്ന് പറയുന്ന ഒരു പക്ഷപാതിത്വമുണ്ട്. എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് എവിടെയെങ്കിലും കൂടിപ്പറ്റിയിട്ട് മറ്റുള്ളവരെ മോശമായി ഗണിക്കാനുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ, ഏറ്റവും വലിയ മോശമാണത്. അത് തന്നെയാണ് സൂഉൽ ഫിക്ർ. അങ്ങനെയുള്ള മോശമായ ചിന്താഗതികളിൽ നിന്നും നമ്മുടെ മനസ്സിനെ അകറ്റി നിർത്താനുള്ള ഒരു വഴി, അതിൻ്റെ ഒരു ബേസിക്കാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളിലൂടെയുള്ള ചിന്ത കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വാക്കുകൾ ഉച്ചരിക്കുക എന്നുള്ളത്. അത് നമുക്കറിയാം. എന്നാൽ ഇനി നമുക്ക് തുടങ്ങാനുള്ളത് അതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെയുള്ള ഉണർത്തലുകൾ വന്നിട്ടുള്ള പരിശുദ്ധമായ ഖുർആനിലെ വചനങ്ങളാണ്. അപ്പോൾ ആയത്തുൽ കുർസി, ആമന റസൂലു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓതാനുള്ളത് الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم. ഞാനൊന്നുകൂടി പാരായണം ചെയ്യാം. الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم. إن الدين عند الله الإسلام قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഇതാണ് ഇനി നമുക്ക് ഓതാനുള്ളത്. ഇനിയും ശേഷവുമുണ്ട്. ചുരുക്കത്തിൽ ഈ പറഞ്ഞ അദ്കാറുകളൊക്കെ ഒരുമിച്ച് കൂട്ടി നമ്മളൊന്ന് എഴുതി അല്ലെങ്കിൽ അത് കേട്ട് ഒന്ന് ഹൃദ്യസ്ഥമാക്കി ചൊല്ലുമ്പോൾ ഈ പറഞ്ഞ ടൈമിൻ്റെ അകത്ത് അത് കഴിയും. പക്ഷേ അതിൻ്റെ മുന്നോടി എന്ന നിലക്ക് ആ വിഷയത്തിൻ്റെ ഗൗരവവും മറ്റും ഒന്ന് ഉണർത്തൽ അത്യാവശ്യമാണല്ലോ എന്ന നിലക്കാണ് ആ വിഷയം കുറച്ച് വിശദമായിട്ട് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നാം ഓതുന്നത് അസ്വാബിരീന വസ്വാദിഖീൻ. അസ്വാബിരീന ക്ഷമാശീലരായ ആളുകൾ. ലോകത്ത് ഏറ്റവും വലിയ വിജയി ആരാണ്? ക്ഷമാശീലരാണ്. എവിടൊക്കെ ക്ഷമിക്കണം? വീട്ടിൽ ക്ഷമിക്കണം, കുടുംബത്തിൽ ക്ഷമിക്കണം, ജോലി ചെയ്യുന്ന സ്ഥലത്ത് വേണം ക്ഷമ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്ഷമ വേണം. ക്ഷമക്കാണ് അല്ലാഹു പ്രത്യേകമായ സ്ഥാനം തന്നിട്ടുള്ളത്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ ഉസ്ബിറു വസ്വാബിറു വറാബിതു നാം ഓതിയിട്ടുണ്ട് ഇന്ന് സുബഹിക്ക് ഉറങ്ങി എണീറ്റ ഉടനെ തന്നെ. അപ്പോൾ ക്ഷമയിലൂടെയാണ് നാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് അവിടെയും പറഞ്ഞത് അങ്ങനെയാണ്. അതാണ് അസ്വാബിരീന ക്ഷമാശീലരായ ആളുകൾ. വസ്വാബിരീന വസ്വാദിഖീൻ അതുപോലെ തന്നെ സ്വാദിഖീങ്ങളായ ആളുകൾ, വാസ്തവം മാത്രം പറയുന്ന ആളുകൾ. വൽ ഖാനിതീൻ അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുന്നതായ സത്യത്തിൽ മാത്രം ഉറച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ വൽ മുൻഫിഖീൻ അല്ലാഹുവിൻ്റെ വഴിയിൽ ചിലവഴിക്കുന്നതായ സജ്ജനങ്ങളായ ആളുകൾ. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ
രാത്രിയുടെ എല്ലാവരും കൊണ്ടിരിക്കുന്ന ടൈമില് അള്ളാഹുവിനോട് പൊറുക്കൽ തേടുന്നതായ ആളുകൾ. അപ്പോൾ ഇവരെ കുറിച്ചൊക്കെ പറയാം. ഇവരൊക്കെയാണ് വൽ മുസ്തഗ്ഫിരീൻ. അപ്പോൾ അസ്വാബിരീങ്ങളായ ആളുകൾ, വൽ മുതസദ്ദിഖീൻ, അള്ളാഹുവിലെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സത്യം മാത്രം ഉരവിട്ടുകൊണ്ട് ജീവിക്കുന്ന, സത്യത്തിൻ്റെ പാതയിലൂടെ തുടരുകയും സത്യം മാത്രം പറയുകയും ചെയ്യുന്നവർ. വൽ മുതസദ്ദിഖീൻ, അസ്വാബിരീന വസ്വാദിഖീന വൽഖാനിതീന, അള്ളാഹുവിലേക്ക് വഴിപ്പെട്ടുകൊണ്ട് ഇബാദത്തെടുക്കുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരും. വൽ മുൻഫിഖീന, അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കുന്ന ആളുകൾ. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാത്രിയുടെ സമയങ്ങളിൽ താഴെ സമയങ്ങളിലൊക്കെയും അള്ളാഹുവിനോട് പൊറുക്കൽ തേടുന്നതായ ആളുകൾ. ആ ആളുകളൊക്കെയാണ് ആര്? ഈ പറയപ്പെട്ട വിശ്വാസത്തിൻ്റെ അചഞ്ചലതയിൽ അടിയുറച്ചു നിൽക്കുന്നവർ എന്ന ആ സത്യവാചകങ്ങൾ നാം ഉരവിടുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നാം പാരായണം ചെയ്യുന്നു. ഷഹിദല്ലാഹ്, അള്ളാഹു സാക്ഷിയാണ്, അല്ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനും ലോകത്തില്ല. അള്ളാഹുവാണ് ആരാധ്യൻ. ഇല്ലാഹു, അള്ളാഹു സാക്ഷിയാണ്. വൽ മലായികത്തു, അള്ളാഹുവിൻ്റെ മാലാഖമാരും സാക്ഷിയാണ്, അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യന് ലോകത്തില്ല എന്ന്. വ ഉലുൽ ഇൽമി, അള്ളാഹുവിൻ്റെ ഇൽമ് മനസ്സിലാക്കിയ ആളുകൾ, അവൾ ആഴമായ ചിന്താഗതികളിലൂടെ, പഠനങ്ങളിലൂടെ, വിശ്വാസത്തിലൂടെ അള്ളാഹുവെ അല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന് ഉറച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. അവരങ്ങനത്തെവരാണെന്നറിയുമോ? ഖായിമൻ ബിൽ ഖിസ്ത്, അവർ നീതി കൊണ്ട് നിലനിൽക്കുന്നവരുമാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം, തന്ത്രജ്ഞനും യോഗ്യനുമായ അവൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന വസ്തുത, ഈ സത്യം, ഇത് മുഅ്മിനായ ആളുകൾ, അറിവുള്ള ആളുകൾ, അള്ളാഹുവിൻ്റെ മാലാഖമാർ, അള്ളാഹുവും സാക്ഷിയായിട്ടുണ്ട്. ഇവിടെ വിശ്വാസത്തിൻ്റെ ആ അടിയുറപ്പ്, ആ അചഞ്ചലത, അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഇവർ എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആൻ വക്കനുജനങ്ങളിലൂടെ നമുക്ക് പാഠം നൽകുകയാണ്. അപ്പോൾ ഈ ആയത്താണ് പിന്നെ ഓതുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഓതുന്നു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായിരിക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ദീൻ, അതൊന്നു മാത്രമാണ്. മറ്റെന്തൊക്കെ പേരിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും സത്യമല്ല. മാത്രവുമല്ല, എത്രയോ ലക്ഷത്തി ചെല്ലുവാനും വന്ന പമ്പിയാക്കൾ മുഴുവനും പറഞ്ഞ സത്യം എന്താണ്? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാതെ ജൂതമതമെന്നോ ക്രിസ്തമതമോ എന്നൊന്നും ആ പ്രവാചകന്മാരാരും പഠിപ്പിച്ചു തന്നിട്ടില്ല. അവരൊക്കെ പഠിപ്പിച്ച സത്യം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഈ പദം, ഈ ആയത്താണ് പിന്നെ ഓതുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം സൂറത്ത് ആലി ഇമ്രാനിലെ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, ഖുൽ നബിയെ തങ്ങൾ പറയുക, അല്ലാഹുമ്മ, അല്ലാഹു മാലിക്കൽ മുൽക്ക്, അവരാണ് രാജാതിരാജൻ, തൂത്തിൽ മുൽക മൻ തശാ, അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹു അധികാരം കൊടുക്കും, അള്ളാഹു ഉയർത്തും, അവരെ രാജ്യത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലെത്തിക്കും. അങ്ങനെ അവരുടെ ദറജകൾ ഉയർത്തപ്പെടും. അതുപോലെ മന്ദശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരിൽ നിന്നും അള്ളാഹു ആ അധികാരത്തെ കൊണ്ട് വലിച്ചൂരിയെടുക്കും. വതുഇസ്സു മൻ തശാ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവരെ അള്ളാഹു ഇസ്സത്തിലാക്കും. വതുദില്ലു മൻ തശാ, അള്ളാഹു ഉദ്ദേശിച്ചവരെ അള്ളാഹു നിന്നതിലാക്കും. ബിയദിക്കൽ ഖൈർ, അള്ളാഹുവിൻ്റെ കരങ്ങളിലാണ് എല്ലാ നന്മയും അള്ളാഹുവിൻ്റെ കരങ്ങളിലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവേ നീ സകലതിനും കഴിവുള്ളവനാണ്. നോക്ക്, ഇവിടെ ചിലപ്പോൾ ബിസിനസ് കൊണ്ട് ഉയർച്ചയുണ്ടാവും, വിദ്യാഭ്യാസം കൊണ്ട് ഉയർച്ചയുണ്ടാവും, ഇബാദത്ത് കൊണ്ട് ഉയർച്ചയുണ്ടാവും. അങ്ങനെ ഒരു വിഭാഗം ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയാണ്. അതാണ് ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു ഉയർത്തും. തൂലിജുൽ ലൈല ഫിൻ നഹാർ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഉയർച്ചയും താഴ്ചയും ഒക്കെയും അള്ളാഹുവിൻ്റെ ആ രാജ്യാധികാരമായ ആ ഉടമാവകാശത്തിൽ നിന്നുള്ള ഒരു തുറന്നു വെക്കലാണ്. അത് ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടില്ല. അള്ളാഹു ഇസ്സത്തുടയവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.
അള്ളാഹു നമ്മയും നമ്മളെ ബന്ധപ്പെട്ട എല്ലാവരെയും ഇസ്സത്തോടെ ഏർപ്പെടുത്തട്ടെ. അപ്പോൾ ആ ഇസ്സത്ത് നിലനിൽക്കാൻ, ആ ഇസ്സത്തിൽ തന്നെ മുന്നോട്ട് പോവാൻ, അതിനു വേണ്ടിയാണ് ഈ പാരായണങ്ങളൊക്കെ സുബഹയുടെ ശേഷം നാം തുടർന്നു കൊണ്ടിരിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ പറയുന്നു തൂലിജുൽ ലൈല ഫിന്നഹാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു. ആലോചിച്ച് നോക്കൂ, രാത്രിയെ പകലിൽ. ചിലപ്പോൾ പകൽ കൂടുതലാവും ചില കാലഘട്ടങ്ങളിൽ, ചിലപ്പോൾ രാത്രി കൂടുതലാവും. ഇപ്പോൾ പകൽ കൂടുതലായ ഒരു സമയമാണ്. ഫിന്നഹാർ വ തൂലിജുൻ നഹാറ ഫിൽ ലൈൽ, നഹാറിനെ രാത്രിയിലും പ്രവേശിപ്പിക്കും, ചിലപ്പോൾ രാത്രി കൂടുതലായിരിക്കും. വ തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, മയ്യത്തിൽ നിന്ന് ഹയ്യനെ അള്ളാഹു പുറപ്പെടുവിക്കുന്നു. മയ്യിത്ത് അത് ജീവല്ലാത്താണ്. ആ നിർജീവമായ സാധനത്തിൽ നിന്ന് ഹയ്യനെ അങ്ങോട്ട് പുറപ്പെടുവിക്കും. അല്ലേ? കോഴിമുട്ട നോക്കൂ, ആ കോഴിമുട്ട എന്ന സാധനത്തിന് ജീവനില്ല, അതിനകത്തുനിന്ന് കോഴിക്കുഞ്ഞ് ജീവനോടെ ഇങ്ങോട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ വ തുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, അള്ളാഹു ജീവനില്ലാത്തതിനെ ഇങ്ങോട്ട് പുറപ്പെടുവിക്കും അൽ ഹയ്യ, ഹയ്യിൽ നിന്ന്. അത് നമ്മുടെ കൺമുമ്പേ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നവൻ ആരാണ്? അള്ളാഹുവാണ്, റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല. പിന്നെയോ വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്, അതാണ് വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു കണക്ക് കൂടാതെ അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കും. അള്ളാഹു ചില ആളുകളെ സമ്പന്നരാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണത്. അള്ളാഹു ചില ആളുകളെ ഇൽമു കൊടുത്തുകൊണ്ട് അവരെ ഉന്നതിയിലെത്തിക്കും. ചില ആളുകൾക്ക് മറ്റ് ചില കണ്ടുപിടുത്ത മേഖലകളിലൊക്കെ ആയിരിക്കാം അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഉന്നതി. ഇങ്ങനെയുള്ള സകലതും കൊടുക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു അത് ഹിസാബില്ലാതെ കൊടുക്കും എന്ന വസ്തുതയാണ് അവസാനം നമുക്ക് പാഠം നൽകുന്നത്. പക്ഷേ അതിലൊക്കെയും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന, അള്ളാഹുവിൻ്റെ തൃപ്തികരമായിട്ട് കിട്ടുന്ന ഒന്ന് അത് ഇൽമാണ് എന്നതും വളരെ സത്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൻ യുരിദില്ലാഹു യുഫഖിഹു ഫിദ്ദീൻ, അള്ളാഹു ഉദ്ദേശിച്ചവരെ അള്ളാഹു ദീനിലൊരു പണ്ഡിതരാക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. യൂത്തിൽ ഹുക്മത മൻ യശാ വമൻ യൂത്തിൽ ഹുക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അപ്പോൾ ഈ കൊടുതി ഇൽമാകുമ്പോൾ അത് അതിൻ്റെ ഉന്നത സ്ഥാനത്തും ഉന്നത ശ്രേണിയിലുമാണ് നിൽക്കുന്നത് എന്ന് മറ്റ് ആയത്തുകൾ ബലപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അറിവും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൂക്തങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ ആമന റസൂലിൻ്റെ ശേഷം നമുക്ക് പാരായണം ചെയ്യാനുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ പറയാം. അപ്പോൾ ഇന്ന് നാം ഓതിയത് അസ്വാബിരീന വസ്വാദിഖീന വൽ ഖാനിതീന വൽ മുൻഫിഖീന വൽ മുസ്തഗ്ഫിരീന ബില്ലസ്സഹാർ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വൽ ഇൽമു ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ കടബാധ്യതയുണ്ടെങ്കിൽ അതിന് നമുക്ക് രക്ഷപ്പെടാം. അതുപോലെ തന്നെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. നമ്മുടെ വീട് പോലുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതിൽ വരാവുന്ന മറ്റുള്ള എന്തെങ്കിലും മോശങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തമാവാം. അതുപോലെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥിരമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അള്ളാഹു നമ്മിൽ വിധിച്ചിട്ടുള്ള ആ വിധികളെല്ലാം ഉത്തമമായ രീതിയിൽ അത് നമുക്ക് അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ കഴിയും. അങ്ങനെയുള്ള ഒട്ടനവധി പ്രത്യേകതകളെ കൊണ്ട് നിറക്കപ്പെട്ട പരിശുദ്ധമായ വചനങ്ങളാണ് ഇത് എന്ന് നമുക്ക് ഓർമ്മിക്കാം, മനസ്സിലാക്കാം, നമുക്കത് ഓതാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു അലം.